വീടിൻ്റെ വാതിൽ പൊട്ടി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ആരാണ് വന്നതെന്നറിയാനുള്ള ആകാംക്ഷയിൽ ധൃതിയിൽ ചെന്നപ്പോഴേക്കും കാറിൻ്റെ പിൻവാതിൽ തുറന്ന് സുഭദ്ര ഇറങ്ങുന്നതാണ് അവൻ കണ്ടത്. അമ്മേ, ഞാൻ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് തിരിക്കുമെന്ന് പറഞ്ഞതാണല്ലോ, അമ്മ എന്താ രാവിലെ പെട്ടെന്ന്? അവൻ സുഭദ്രയോട് ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിന് മറുപടി എന്നോണം അവൾ കാറിൻ്റെ മുൻവശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഡാ, എല്ലാം നിൻ്റെ അച്ഛൻ്റെ പ്ലാനാണ്. ഞാൻ ഒറ്റയ്ക്ക് വരാനായിരുന്നു തീരുമാനം. ഞാൻ തിരികെ ഇങ്ങോട്ട് പോരുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ ഒപ്പം പോരണമെന്ന് നിൻ്റെ അച്ഛൻ ഒറ്റ വാശി. കാർ ഡ്രൈവറെ കാശ് കൊടുത്ത് പറഞ്ഞു വിട്ടതിന് ശേഷം അയാൾ ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു നിന്നു. അവനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, എന്നേക്കാൾ വലിയ കുട്ടിയായി നീയല്ലേ? അവൻ അതിന് മറുപടി ഒന്നും പറയാതെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് തൻ്റെ വീട്ടിലേക്ക് നോക്കി. എവിടെ താമസിക്കുന്നു തൻ്റെ അച്ഛനെ? ഒന്നാമത്തെ വയ്യാത്തതാണ്. പൊടിയും അലർജിയും ഒന്നും പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു വിട്ടതുമാണ്. എന്ത് മണ്ടത്തരമാണ് തൻ്റെ അച്ഛൻ കാണിച്ചിരിക്കുന്നത്? ഉണ്ണിയുടെ മനസ്സ് വായിച്ചിട്ടെന്നോണം ഗോവിന്ദൻ പറഞ്ഞു, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം കുട്ടിയെ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഉള്ളയിടയും നമുക്ക് താമസിക്കാം. അമ്മേ, എന്തറിഞ്ഞിട്ടാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നത്? അച്ഛൻ്റെ ആരോഗ്യമൊന്നും സൂക്ഷിക്കണ്ടേ? ഇവിടെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, സൗകര്യമില്ലാത്ത ആകെ 2 ചെറിയ മുറികളല്ലേ ഇവിടെ ഉള്ളൂ. ഇവിടെ 2 ടേബിൾ ഫാൻ മാത്രമല്ലേ ഉള്ളൂ. എല്ലാം ഞാൻ പറഞ്ഞതാ, ആ മനുഷ്യൻ പക്ഷെ കേൾക്കണ്ടേ? ഞാനിങ്ങി പോന്നാൽ തിരികെ അങ്ങോട്ട് ചെല്ലില്ലാന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അപ്പോൾ തുടങ്ങിയ വാശിയാണ്. എന്നാൽ പിന്നെ അമ്മയ്ക്ക് കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഉത്സവത്തിന് ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് വരാമെന്ന്. അപ്പോഴേക്കും ആണെങ്കിൽ ഈ വീടൊന്ന് ശരിയാക്കി എടുക്കുകയും ചെയ്യാമായിരുന്നു. നീ അങ്ങനെ പറയില്ലേ ഉണ്ണി. ഞാൻ അറിഞ്ഞ സാഹചര്യം വെച്ച് ഒരു നിമിഷം പോലും അവിടെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു. നിനക്കൊന്നും അറിയില്ല. എല്ലാം ഞാൻ നിന്നോട് സമാധാനത്തിൽ പറയാം. നീ അത് കേൾക്കുമ്പോൾ ഞാൻ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് നിനക്ക് മനസ്സിലാവും. എന്താണ് അമ്മയും മോനും കൂടി ഒരു സംസാരം? ഞാൻ വന്നത് ഉണ്ണിക്ക് ഒരു പ്രശ്നമായോ? ഇനി എന്ത് പ്രശ്നമായാലും എന്നെക്കൂടെ സഹിച്ചേ പറ്റൂ. ഞാൻ നിങ്ങളെ വിട്ട് എങ്ങും പോകില്ല. എന്നോട് പോകാൻ പറയരുതുണ്ണി. അയാൾ ഉണ്ണിയുടെ മുമ്പിൽ വിതുമ്പി നിന്നു. അയാളുടെ പറച്ചിൽ ഉണ്ണിയുടെ മനസ്സിൽ ഒരു നൊമ്പരമുണ്ടാക്കി. അവൻ നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ അമ്മയെ നോക്കി. അവൾ സാരമില്ല എന്ന ഭാവത്തിൽ തൻ്റെ കണ്ണുകൾ മെല്ലെ കാണിച്ചു. അച്ഛനെ ഞാൻ അങ്ങനെ ഇവിടുന്ന് പറഞ്ഞു വിടുമോ? ഞാൻ അമ്മയോട് പറഞ്ഞത് അച്ഛൻ്റെ ഈ അവസ്ഥയിൽ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലല്ലോ എന്നാണ്. നമുക്കുണ്ടാക്കാം, പക്ഷെ കുറച്ച് സാവകാശം വേണം എന്ന് മാത്രമേ ഞാൻ അമ്മയോട് പറഞ്ഞുള്ളൂ. അതൊന്നും സാരമില്ല ഉണ്ണി, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായാണ് വന്നതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. ആ ചെറിയ വീടിന് മുന്നേ നിന്നപ്പോൾ ഗോവിന്ദൻ്റെ മനസ്സൊന്ന് പിടഞ്ഞിരുന്നു. കാരണം മാളിയേക്കൽ കുടുംബത്തിലെ പാരമ്പര്യാവകാശിയായ തൻ്റെ മകൻ ഉണ്ണി ജീവിക്കുന്ന ആ വീട് കണ്ട് അയാളുടെ നെഞ്ചകം തകർന്നുപോയി. ഹൃദയം വ്രണപ്പെട്ടു. തൻ്റെ സുഭദ്ര എത്ര സങ്കടം സഹിച്ചിട്ടുണ്ടാകും ഈ വീടിൻ്റെ ഓരോ കോണിലും ഇരുന്ന്. തൻ്റെ മകൻ്റെ ബാല്യവും കൗമാരവും എല്ലാം ഇവിടെയാണുള്ളത്. അവൻ്റെ ബാല്യവും കൗമാരവും ഒന്നും തനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായില്ല. ഇനി അവൻ്റെ മകൻ്റെ എങ്കിലും തൻ്റെ കൊച്ചുമകൻ്റെ എങ്കിലും ആ കുറുമ്പും കൊച്ചിലും ഒന്ന് കാണാൻ വളരെ കൊതിയാണ്. താനിങ്ങോട്ട് വന്നതെന്ന് എങ്ങനെ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? അയാൾ ആ ഉമ്മറത്തിണ്ണയിലേക്ക് കയറിയിരുന്നു. അത് കണ്ടുവന്ന സുഭദ്ര അയാളോട് ചെറു ശാസനയോടെ പറഞ്ഞു, എന്താണ് ഈ കാണിക്കുന്നത്? അവിടെ ആകെ പൊടിയായിരിക്കും. ഞാൻ അവിടെ ഒന്നും എല്ലാം കഴുകി വൃത്തിയാക്കാം, എന്നിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതി. അതുവരെ ആ തണലത്ത് എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കുമോ? ഒന്നും സാരമില്ല സുഭദ്ര, എല്ലാം നമുക്ക് ശരിയാക്കാം. നീ ആദ്യം എനിക്ക് ഇത്തിരി കുടിക്കാൻ വെള്ളം എടുത്തു വരുമോ? ഞാനിവിടെ ആകെ ഒന്ന് ചുറ്റി കാണട്ടെ. ആദ്യമായല്ലേ ഇവിടേക്ക് വരുന്നത്? സുഭദ്ര വെള്ളം എടുക്കാനായി അടുക്കളയിലേക്ക് പോയി. ഗോവിന്ദൻ പതിയെ വീടും പരിസരവും കാണാനായി പുറത്തേക്കിറങ്ങി. ഉണ്ണിയാകട്ടെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. വീട്ടിലെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കണമല്ലോ. അവൻ മനസ്സിൽ പല പല കണക്കുകൂട്ടലോടെ പാടവരമ്പത്തൂടെ പതിയെ റോഡിലേക്ക് കയറി. നേരത്തെ ചെറിയ ഇടുങ്ങിയൊരു മൺ റോഡായിരുന്നു, പക്ഷേ ഇപ്പോഴത് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയിട്ടുണ്ട്. അല്പം മുമ്പോട്ട് നീങ്ങിയതും എവിടെയോ കണ്ടുമറന്ന ഒരു മുത്തശ്ശി എതിരെ വന്നു. എത്ര ആലോചിച്ചിട്ടും ഉണ്ണിക്ക് ആ മുത്തശ്ശി ആരാണെന്ന് മനസ്സിലായില്ല. ഉണ്ണിയെ കണ്ടതും മുത്തശ്ശി ചിരിച്ചു. പല്ലില്ലാത്ത ആ മുണകാട്ടിയുള്ള ചിരി. ഉണ്ണിയും തിരിച്ചു ചിരിച്ചു. ഉണ്ണിക്ക് എന്നെ മനസ്സിലായോ? മുത്തശ്ശി ആരാ എന്നുള്ള അർത്ഥത്തിൽ അവൻ മുത്തശ്ശിയെ നോക്കി.
അവൻ്റെ നോട്ടം കണ്ടിട്ടെന്നോണം മുത്തശ്ശി വീണ്ടും ചിരിച്ചു. അപ്പോൾ എന്നെ മറന്നു ഉണ്ണിയല്ലേ? മുത്തശ്ശിയുടെ ചോദ്യത്തിൽ പരിഭവം കലർത്തി. അല്ല മുത്തശ്ശി, എവിടെയോ പരിചയമുണ്ട്, പക്ഷെ ആരാണെന്ന് മനസ്സിലായില്ല. അത്രേ ഉള്ളൂ. ഇവിടെ ഈ പരിസരത്ത് മുത്തശ്ശിമാർ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ, എല്ലാവരും പോയില്ലേ? അതങ്ങനെയാണ് ഉണ്ണി. പോകേണ്ട സമയമാകുമ്പോൾ എല്ലാവരും പോകും. ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട്, അത് നമ്മൾ നേരിട്ടേ മതിയാവൂ. ജീവിച്ചിരുന്ന കാലം സുഖമായിട്ട് സന്തോഷത്തോടെ ഒത്തൊരുമയോടെ ജീവിക്കണം. ഞാനേ അക്കരെപ്പറമ്പിലെ മുത്തശ്ശിയാ. ഓ, അക്കരെപ്പറമ്പിലെ സേതുവിൻ്റെ മുത്തശ്ശിയാ? ദാക്ഷായണി മുത്തശ്ശിയോ? അതെ, ഞാൻ ദാക്ഷായണി മുത്തശ്ശി തന്നെ. അങ്ങനെ വരട്ടെ. ദാക്ഷായണി മുത്തശ്ശി എന്നെ ചെറുപ്പത്തിൽ ഒരുപാട് എടുത്തോണ്ട് നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നു, അമ്പലപ്പറമ്പിൽ വരുമ്പോൾ എനിക്ക് കളിപ്പാട്ടം മേടിച്ച് തന്നിട്ടുണ്ട്. പാവം എൻ്റെ ആ സുഭദ്രാമ്മയുടെ കയ്യിൽ എവിടുന്നാ കാശ്? ഓരോന്നിനു വേണ്ടി വാശി പിടിച്ച് കരയുമ്പോൾ ദാക്ഷായണി മുത്തശ്ശി എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് പോയി കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു തന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ, അതൊക്കെ കഴിഞ്ഞില്ലേ കുട്ടിയെ? പഴയതൊന്നും നമ്മൾ മുഴുവനായിട്ടും മറക്കാൻ പാടില്ല. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉള്ളിൽ നമ്മളെ സഹായിച്ചവരുടെ, സമാധാനിപ്പിച്ചവരുടെ, സങ്കടങ്ങൾ മാറ്റിയവരുടെ നന്മയുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നാളെ നീ വലിയ കാശുകാരനാകാം, പക്ഷെ കഴിഞ്ഞ കാലം മറക്കരുത്. സങ്കടപ്പെട്ട് വരുന്നവരുടെ മുമ്പിൽ കണ്ണടയ്ക്കരുത്. സഹായം ചോദിക്കുന്നവരുടെ മുമ്പിൽ കൈമലർത്തരുത്. നിന്നാലാവും വിധം നീ സഹായിക്കണം കുഞ്ഞേ. ഒരിക്കലും ഒന്നും നമ്മൾ ഈ ഭൂലോകത്ത് നിന്ന് ഒരിടത്തേക്കും കൊണ്ടുപോകുന്നതേയില്ല. അത് നീ മനസ്സിൽ ഓർത്തു വെക്കണം. മുത്തശ്ശി എന്തൊക്കെയോ കരുതിക്കൂട്ടിയാണ് പറയുന്നതെന്ന് ഉണ്ണിക്ക് തോന്നി. ഉണ്ണി ഒന്ന് പുഞ്ചിരിച്ച് നിന്നതേയുള്ളൂ. പെട്ടെന്നാണ് അവൻ്റെ മനസ്സിൽ ആ തോന്നലുണ്ടായത്. സേതുവിൻ്റെ മുത്തശ്ശി വർഷങ്ങളായിട്ട് കിടപ്പിലാണല്ലോ. കഴിഞ്ഞ ദിവസവും സേതു തന്നോട് പറഞ്ഞതാണ്, മുത്തശ്ശി വർഷങ്ങളായി ഒരേ കിടപ്പിലാണ്. ജീവനുണ്ടെന്ന് മനസ്സിലാകുന്നത് തന്നെ ചെറിയൊരു ശ്വാസം എടുക്കുന്നതിലൂടെയാണ്. ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ട്യൂബിലൂടെയാണ് എന്നൊക്കെ. അമ്മയ്ക്കാണെങ്കിൽ മുത്തശ്ശിയുടെ കാര്യം നോക്കാതെ പുറത്തേക്കൊന്നും പോകാൻ പോലും സാധിക്കുന്നില്ല. എന്തിനാണ് മുത്തശ്ശി ഇങ്ങനെ നരയിക്കാൻ ഇട്ടിരിക്കുന്നത് എന്ന് അറിയത്തില്ലാത്ത. അല്ല, മുത്തശ്ശിക്ക് എന്താ നരകം? എൻ്റെ അമ്മയല്ലേ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പാവം അമ്മ, കിടക്കുന്നവർക്ക് കിടന്നാൽ മതിയല്ലോ. സേതുവിൻ്റെ ആ വാക്കുകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവൻ ദാക്ഷായണി മുത്തശ്ശി ഒന്നുകൂടി നോക്കി. എന്തു പറ്റി ഉണ്ണി? നിനക്ക് വീണ്ടും സംശയമായോ? ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവൻ തലവെട്ടിച്ചു. അല്ല, നിന്റെ അച്ഛനെ കൂട്ടി നിന്റെ അമ്മ വന്നു എന്ന് കേട്ടു. ഉള്ളതാണോ ഉണ്ണി? അതെങ്ങനെ മുത്തശ്ശി അറിഞ്ഞു? അവരിപ്പോൾ വന്നതേയുള്ളൂ. എല്ലാം മുത്തശ്ശി അറിയും കുഞ്ഞേ. കവിലയിലൂടെയല്ലേ അവർ ഇങ്ങ് പോകുന്നത്. അപ്പോൾ മുത്തശ്ശി കണ്ടതാ. എൻ്റെ ഭഗവതി, എത്ര പേര് കണ്ടിട്ടുണ്ടാവും. ഞാൻ എത്ര ആളോട് മറുപടി കൊടുക്കണം? ആരോട് ഞാൻ എന്തു പറയും? അമ്മ ഒരു ആലോചനയും ഇല്ലാതെയാണ് ഈ പ്രവൃത്തി ചെയ്തത്. നീ എന്താ കുട്ടി ആലോചിക്കുന്നത്? നിന്റെ അമ്മ ചെയ്ത് തെറ്റായിപ്പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ തെറ്റൊന്നുമല്ല ചെയ്തത്. അവൾ ചെയ്തതാണ് ശരി. അതിങ്ങനെ വരുള്ളൂ. മുത്തശ്ശി എന്താണ് ഈ പറയുന്നത്? അമ്മ ചെയ്തത് ശരിയാണെന്നോ? പണ്ടെങ്ങോ അമ്മയുടെ കല്യാണം ഇവിടെ നടന്നു എന്ന് പറയുന്നത് കേട്ടു. ആകെ 3-4 ആളുകൾ പങ്കെടുത്ത കല്യാണം. പരസ്പരം മാലയിട്ടു എന്നല്ലാതെ അവർക്കിടയിൽ ഒരു ബന്ധം പോലും പിന്നീട് ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ഗോവിന്ദൻ്റെ മകനാണെന്ന് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. പക്ഷെ ഗോവിന്ദൻ ആരാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ. അറിയാവുന്ന കാര്യം അറിയാവുന്ന ആരും ഇന്ന് ലോകത്തില്ല. ആയുള്ളത് രാഘവൻ മാമയുടെയും മായയുടെയും കുടുംബവുമാണ്. അവരാണെങ്കിൽ എൻ്റെ ബന്ധുക്കാരും. നാട്ടുകാർക്ക് പറയാൻ ഇനി വേറെ എന്തെങ്കിലും വേണോ മുത്തശ്ശി? നീ എന്തിനാണ് നാട്ടുകാരുടെ കാര്യം നോക്കാൻ പോകുന്നത്? അവരെന്ത് പറയും എന്നൊക്കെ ആലോചിച്ചാൽ നിന്റെ അച്ഛനല്ലാതെ ആവുന്നില്ലല്ലോ. നിനക്ക് അത്രയ്ക്ക് അങ്ങ് ബുദ്ധിമുട്ടാണേ. അവരുടെ കല്യാണം പൊന്നിക്കാവിൽ വെച്ച് ഒന്നുകൂടി അങ്ങ് നടത്തി കൊടുക്കുന്നേ. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. നിന്റെ അമ്മയ്ക്കും ഒരു കൂട്ട് വേണ്ടേ? ഒന്നും മിണ്ടി പറഞ്ഞിരിക്കാൻ ഒരാൾ വേണ്ടേ? നിന്റെ പെണ്ണാണെങ്കിൽ നിന്നോടൊപ്പം പോലും ജീവിക്കുന്നില്ല. പിന്നെ നിന്റെ അമ്മയോടൊപ്പം എങ്ങനെ ജീവിക്കും? അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കണ്ടേ? അതിന് നിന്റെ അമ്മ ഇവിടെ ഉള്ളത് തന്നെയല്ലേ നല്ലത്?
മുത്തശ്ശി പറയുന്നത് ശരിയാണെന്ന് ഉണ്ണിക്കും തോന്നി തുടങ്ങി. എന്നാലും ഇത്ര നാൾ കിടപ്പായ മുത്തശ്ശി എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു എന്നുള്ളതാണ് അവൻ്റെ മനസ്സിലുദിച്ച ചോദ്യം. മുത്തശ്ശി എന്താണ് ഈ പറയുന്നത്? കല്യാണം കാവിൽ വെച്ച് ആഘോഷത്തോടെ നടത്തി കൊടുക്കണമെന്നോ? നാട്ടുകാർ ചിരിക്കൂലേ? ദാ പിന്നെ നാട്ടുകാർ. ഉണ്ണി കുഞ്ഞേ, നിനക്ക് നല്ലത് എന്ന് തോന്നുന്നത് ചെയ്യാൻ നീ മറ്റുള്ളവരുടെ അഭിപ്രായം എന്തിനാണ് തേടുന്നത്? നീ ഈ ലോകത്തിൽ ആരുടെയെങ്കിലും അഭിപ്രായം തേടുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അഭിപ്രായം മാത്രമായിരിക്കണം. പിന്നെ നിൻ്റെ ഭാര്യയുടെയും. അവർ നിൻ്റെ നാശം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവരോട് കൂടി അഭിപ്രായം തേടാത്ത ഈ സാഹചര്യത്തിൽ നീ നിൻ്റെ മനസ്സാക്ഷിയോടാണ് അഭിപ്രായം തേടേണ്ടത്. ആ മനസ്സ് പറയുന്നത് എന്താണെന്ന് നീ കേൾക്കണം. ഒരിക്കലും നിന്നെ നിൻ്റെ ആത്മാവ് ചതിക്കത്തില്ല. മുത്തശ്ശി എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ല മുത്തശ്ശി, ഇത്ര നാളും കിടപ്പായിരുന്നില്ലേ? പിന്നെ എങ്ങനെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നാണ് ഞാൻ ആലോചിച്ചത്. നിന്നോടാരാണ് ഞാൻ കിടപ്പായിരുന്നു എന്ന് പറഞ്ഞത്? എൻ്റെ ശരീരം മാത്രമേ കിടന്നിരുന്നുള്ളൂ. ഞാനെന്ന ആത്മാവ് ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതാരും തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. മുത്തശ്ശി വീണ്ടും എന്തൊക്കെയോ പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുത്തശ്ശിയുടെ ആത്മാവ് ഇവിടെ ഉണ്ടായിരുന്നെന്നും ജീവിച്ചിരുന്ന മുത്തശ്ശിയുടെ ആത്മാവ് മുത്തശ്ശിയുടെ ശരീരത്തിലല്ലേ ഉണ്ടാവുക? പുറത്തേക്ക് എങ്ങനെ വരും? മുത്തശ്ശി ഉറക്കെ ചിരിച്ചു. നിനക്കൊന്നും അറിയില്ല കുട്ടി. ജീവിതം, മരണം, ആത്മാവ്, ഞാൻ ഇതൊന്നും സംസാരിക്കത്തില്ല. നിന്നോടായതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ ആഗ്രഹപ്രകാരമാണ് നീ ജനിച്ചതുകൂടി. അത് നീ ആദ്യം മനസ്സിലാക്കൂ. മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരമോ ഞാൻ ജനിച്ചെന്നോ? എന്തൊക്കെയാണ് എൻ്റെ മുത്തശ്ശി നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. അതറിയണമെങ്കിൽ കുറച്ച് പിറകോട്ട് സഞ്ചരിക്കണം. കുറച്ചെന്ന് പറഞ്ഞാൽ ഏറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവം മുത്തശ്ശിക്ക് അറിയാമോ? ഈ പൊന്നിക്കരക്കാവ് എങ്ങനെയാണ് ഇവിടെ ഉണ്ടായതെന്ന് നിനക്കറിയാമോ? കുറച്ചൊക്കെ കുറുപ്പുമാമനും അമ്മയും ഈ കരക്കാരും ഒക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എന്ത് കാര്യമാണ് ഉണ്ണിക്ക് അറിയാവുന്നത്? വടക്കൂന്നേത് ഒരു നമ്പൂരി ഇവിടെ വന്നെന്നും ഇവിടെ ഈ പ്രദേശത്ത് വന്നപ്പോൾ നമ്പൂരിക്ക് ബോധക്ഷയം ഉണ്ടായെന്നും അപ്പോഴെവിടുന്നോ ഒരു വൃദ്ധ നമ്പൂരിക്ക് വെള്ളം കൊടുത്ത് ക്ഷീണാകറ്റി. വൃദ്ധയെ അന്വേഷിച്ചു പോയ നമ്പൂരിക്ക് കാണാനായത് ഇവിടുത്തെ പൊന്നിൻ ചിലമ്പ്. അങ്ങനെ ഈ ക്ഷേത്രം പണിതു എന്നൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത്. അതിനുള്ളിൽ ഒരു കഥയുള്ള കാര്യം ഉണ്ണിക്കറിയുമോ? നമ്പൂരി എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നും പിന്നീട് എന്താണ് സംഭവിച്ചതെന്നും ഉണ്ണിക്കറിയുമോ? എന്തൊക്കെയോ എല്ലാം കെട്ടുകഥകൾ പോലെ തോന്നും. അമിത വിശ്വാസമൊന്നും എനിക്കില്ല മുത്തശ്ശി. ഈ ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ടും വിശ്വാസികൾ വരാൻ വേണ്ടിയിട്ടും ഓരോരുത്തരും ഓരോ കഥകൾ ഉണ്ടാക്കുന്നു. അത്രയേ എനിക്ക് തോന്നിയുള്ളൂ. എൻ്റെ അമ്മയുടെ ജീവിതം തന്നെ കണ്ടില്ലേ? അമ്പലം, ദേവി, ഭഗവതി എന്നൊക്കെ പറഞ്ഞ് അമ്മ ആ ക്ഷേത്രമുറ്റത്ത് വളർന്നത്. ഇത്രയെങ്കിലും ആ ദേവിക്ക് അമ്മയുടെ കാരുണ്യം ഉണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ ജീവിതം എങ്ങനെയാകുമായിരുന്നു? അപ്പോൾ ഇതെല്ലാം വെറും വിശ്വാസങ്ങൾ മാത്രമല്ലേ മുത്തശ്ശി? മുത്തശ്ശി അപ്പോഴും ഒന്ന് ഉറക്കെ ചിരിച്ചു. കർമ്മഫലം എന്ന് കുട്ടി, കർമ്മഫലം ഈ ജന്മത്തേതല്ല, മുൻ ജന്മത്തെ. ഓരോരുത്തരും അതാണ് അനുഭവിക്കുന്നത്. അതെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നരകിക്കേണ്ടതാണെങ്കിൽ നരകിക്കും, ആഹ്ലാദിക്കേണ്ടതാണെങ്കിൽ ആഹ്ലാദിക്കും. വിധിയെ പഴിച്ചിട്ട് കാര്യമില്ല. വിധിക്കപ്പുറം ജീവിക്കാനാണ് നോക്കേണ്ടത്. ഈ ജന്മത്തിൽ നമുക്ക് എത്ര വിഷമം ഉണ്ടായോ അതേ വിഷമം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ മറ്റാർക്കെങ്കിലും നൽകിയെന്ന് ഓർത്താൽ മതി. അതിൻ്റെ ശിക്ഷാഫലമാണ് നമ്മൾ ഇപ്പോഴനുഭവിക്കുന്നത്. അങ്ങ് കരുതിയാൽ മതി, എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും. മനുഷ്യനെ സ്നേഹിക്കുക, സഹജീവികളോട് കാരുണ്യം ഉണ്ടാവുക, സഹതാപം ഉണ്ടാകുക, നമ്മെ പറ്റുന്ന നന്മകൾ ചെയ്യുക. ചെയ്യുന്ന നന്മകൾക്ക് പ്രതിഫലം മോഹിക്കരുത്. നമ്മുടെ മുൻജന്മ പാപം തീരാൻ ഇതേ വഴിയുള്ളൂ. നന്മകൾ ചെയ്ത് പാപത്തിൻ്റെ ശക്തി കുറയ്ക്കുക. വരും ജന്മമെങ്കിലും നല്ലൊരു ജീവനായി പിറക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അതേ നമുക്ക് ചെയ്യാനുള്ളൂ കുഞ്ഞേ. ഒരാളുടെ കർമ്മഫലത്തിൻ്റെ ഫലമായാണ്, അയാളുടെ ആഗ്രഹത്തിൻ്റെ ഫലമായാണ് ഈ പൊന്നിക്കാവ് ഉണ്ടായത്. അതറിയുമോ ഉണ്ണിക്ക്? ഇല്ല എന്നവൻ മുത്തശ്ശിയെ തലയാട്ടി കാണിച്ചു. എന്നാ കേട്ടോളൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്
ഇവിടമാകെ വനഭൂമിയായിരുന്നു. സർപ്പഭൂമി, നാഗത്താന്മാർ തപസ് ചെയ്ത പുണ്യഭൂമി. അങ്ങനെയിരിക്കെ വടക്ക് ദേശത്തു നിന്ന് ദേവാംശം കലർന്നൊരു പതിവ്രത ഈ ദേശവും കടന്ന് നാഴികകൾ താണ്ടി ഭദ്രക്കാവിൽ കുടിയിരുന്നു. അവളുടെ പാതിവൃത്യ ശക്തിയാൽ കാവിലെ ഐശ്വര്യം കൂടിക്കൂടി വന്നു. അത് നാടാകെ പേര് കേട്ടു. ദേവീഭക്തനായ ഒരു നമ്പൂരിക്ക് ഭഗവതിയെ കാണണമെന്ന് വല്ലാത്ത ആശ കൂടി വന്നപ്പോൾ അദ്ദേഹം സ്വപ്നം കാണാൻ തുടങ്ങി. ദേവിയുടെ അടുത്തേക്ക് വരുമോ എന്ന് വിളിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. അങ്ങനെ ഭഗവതി പ്രിയനായ ആ ഭക്ത നമ്പൂതിരി ദൂരെ നിന്ന് വടക്ക് തൃശ്ശിവപെരൂരിൽ നിന്ന് ഭദ്രക്കാവിലേക്ക് പുറപ്പെട്ടു. നാഴികകൾ താണ്ടി കൊടുംവനമായി ഇവിടെ എത്തിയപ്പോഴേക്കും നേരം സന്ധ്യയോടടുത്തിരുന്നു. നമ്പൂരിക്ക് വഴിതെറ്റി സർപ്പക്കാട്ടിലകപ്പെട്ടു. മനത്തിലൂടെ ഏറെ അലഞ്ഞ നമ്പൂരിയെ ഒടുവിൽ ദാഹിച്ചും വിശന്നും വലഞ്ഞ് ബോധക്ഷയം സംഭവിച്ചു. അപ്പോഴയാൾ ഒരു സ്വപ്നം കണ്ടു. ഐശ്വര്യവതിയായ ഒരു മുത്തശ്ശി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് മുത്തശ്ശിയുടെ കയ്യിലുണ്ടായിരുന്ന മൺകുടത്തിൽ നിന്നും ജലമെടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തളിക്കുകയും അദ്ദേഹം കണ്ണു തുറക്കുകയും ധാരാളം വെള്ളം കുടിക്കാൻ നൽകുകയും ചെയ്ത ശേഷം മുത്തശ്ശി കാടിനുള്ളിലേക്ക് കയറിപ്പോയി. പോകുമ്പോൾ നമ്പൂരിയോട് പറഞ്ഞു അത്രേ, എൻ്റെ പിറകെ വരൂ, ധാരാളം വെള്ളമുള്ള ഒരു അരുവിയുണ്ട് അവിടെ വിശ്രമിച്ച് നമ്പൂരിയുടെ ക്ഷീണകറ്റി പുലരുമ്പോൾ ഭദ്രക്കാവിലേക്ക് വന്നാൽ മതിയെന്നായിരുന്നു സ്വപ്നം. കൂടാതെ ഇതുകൂടി പറഞ്ഞു അത്രേ, ഇവിടെ ഒരു സർപ്പക്കാവുണ്ടെന്നും അതിന് താനാണ് കാവലെന്നും തനിക്കിവിടെ സ്ഥിര ഇരിപ്പിടം വേണമെന്നും അത് നോക്കി നടത്താൻ നീ തന്നെ മതിയെന്നും. നേരം പുലർന്നു തുടങ്ങി. തിരുമേനി ഞെട്ടി എഴുന്നേറ്റു. കണ്ടത് സ്വപ്നമാണെന്ന് വിശ്വസിക്കാനാവാതെ തിരുമേനി ആകെ വലഞ്ഞു. ചുറ്റിനും കൊടും കാടാണ്. സർപ്പങ്ങൾ, ഇഴജന്തുക്കൾ എല്ലാം മണ്ണിലൂടെ പോകുന്നത് അദ്ദേഹം നേരിട്ട് കാണുകയാണ്. എന്നാൽ തൻ്റെ ക്ഷീണവും ദാഹവും വിശപ്പും എല്ലാം മാറിയിരിക്കുന്നു എന്നുള്ള അത്ഭുതവും അദ്ദേഹം തിരിച്ചറിഞ്ഞു. സ്വപ്നത്തിൽ കണ്ട വഴിയിലൂടെ അദ്ദേഹം കുറച്ചു ദൂരം മുമ്പോട്ട് പോയി. അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു. അതിനുള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കിയ നമ്പൂരി ഞെട്ടിപ്പോയി. ഒരു പൊൻചിലമ്പ് സൂര്യപ്രകാശത്താൽ വെട്ടിത്തിളങ്ങുന്നു. ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് അവിടെ നിന്നൊരു കുമ്പിൾ വെള്ളമെടുത്ത് അദ്ദേഹം കുടിച്ചു. വല്ലാത്ത മധുരമായിരുന്നു ആ വെള്ളത്തിന്. താൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വല്ലാത്തൊരു കുളിർമ. തിരുമേനി ഏറെ നേരം അവിടെ ഇരുന്ന് ധ്യാനിച്ചു. ഭദ്രക്കാവിലേക്കുള്ള വഴി കാട്ടിത്തരണമെന്ന് അയാൾ ഭഗവതിയോട് അപേക്ഷിച്ചു. മനസ്സിലേക്ക് ആ വഴി തെളിഞ്ഞു വരുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. അയാൾ ഭദ്രക്കാവിലെത്തി. അവിടുത്തെ തിരുമയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യമൊന്നും ആരും വിശ്വസിച്ചില്ലെങ്കിലും തന്ത്രിയുമായി ചർച്ച നടത്തിയപ്പോഴാണ് ആ സത്യം ബാക്കിയുള്ളവരും അറിഞ്ഞത്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ഒരു പൊൻചിലമ്പ് മോഷണം പോയെന്നും അഷ്ടപ്രശ്നത്തിൽ ആരും ചിലമ്പ് തേടി പോകേണ്ടതില്ലെന്നും എവിടെയാണ് ചിലമ്പുള്ളത് എന്ന് കാലങ്ങൾക്ക് ശേഷം വെളിപ്പെടുമെന്നും അവിടെ തനിക്കൊരു ഇരിപ്പിടം ഉണ്ടാകണമെന്നും തന്നെ സേവിക്കാൻ ആരാണോ ഈ ചിലമ്പ് കണ്ടെത്തിയത് അയാൾ തന്നെ വേണമെന്നും അന്ന് പ്രശ്നവിധിയിൽ തെളിഞ്ഞിരുന്നു അത്രേ. കാലങ്ങളേറെ കഴിഞ്ഞതുകൊണ്ട് ഒരിക്കൽ കൂടി ദേവപ്രശ്നം വെച്ച് നോക്കാൻ തീരുമാനിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, വീണ്ടും അന്നത്തെ കാര്യങ്ങൾ സാധൂകരിക്കും വിധം തന്നെയാണ് പ്രശ്നവിധിയിൽ തെളിഞ്ഞത്. അങ്ങനെ അവിടുത്തെ തന്ത്രിയും മേൽശാന്തിയും ഉൾപ്പെടെ തിരുമേനിയുമായി ഈ പൊന്നിക്കാട്ടിലേക്ക് പുറപ്പെട്ടു. അവർ പൊൻചിലമ്പ് കണ്ടെത്തി. പക്ഷെ ജലത്തിൽ നിന്ന് എടുക്കുക പ്രയാസമായിരുന്നു. ഏതോ ഒരു മോഷ്ടാവ് അവിടെ ഉപേക്ഷിച്ചതാണെന്ന് അവർ മനസ്സിലാക്കി. അതിനു മുകളിൽ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. അങ്ങനെ പൊൻചിലമ്പിൻകാവ് പൊന്നിക്കാവായി. ദേവീദർശനം കിട്ടിയ തിരുമേനി തന്നെ ക്ഷേത്രപൂജ ചെയ്യാൻ തീരുമാനിച്ചു. സർപ്പക്കാവ് സംരക്ഷിക്കണമെന്ന് പ്രശ്നവിധിയിൽ തെളിഞ്ഞതോടെ സർപ്പക്കാവും അതിൽ കെട്ടി സംരക്ഷിച്ചു. ക്ഷേത്രം പണിയാൻ തൃശ്ശിവപേരൂർക്കാരെ തന്നെയാണ് തിരുമേനി ഇവിടെ കൊണ്ടുവന്നത്. തിരുമേനിയുടെ ഇല്ലത്തിനടുത്തുള്ള വിശ്വകർമ്മരെ. ക്ഷേത്രം പണി പൂർത്തിയാക്കി അഷ്ടബന്ധ കലശം നടത്തി ദേവപ്രശ്നം നോക്കിയപ്പോഴാണ് ദേവി തൃപ്തയാണെന്നും ക്ഷേത്രം പരിപാലിച്ചവർ തന്നെ ക്ഷേത്രത്തിന് എത്ര അറ്റകുറ്റപ്പണികൾ ഉണ്ടായാലും അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് തെളിഞ്ഞു.
അതൊരു അനുഗ്രഹമായിട്ടാണ് ദേവി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും അന്ന് ക്ഷേത്രം പണി നടത്തിയ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കണം അതിന് നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ടത്. ക്ഷേത്രപ്പണി പൂർത്തിയാക്കാൻ മാസങ്ങൾ വേണ്ടി വന്നു. തിരുമേനി തൃശ്ശൂർ പേരൂർ വിട്ട് ഇവിടെ ഇല്ലിക്കാട് വെട്ടിത്തെളിച്ച് അവിടെ ചെറിയൊരു കുടിൽ പോലെ ഒരു ഇല്ലുണ്ടാക്കി കുടുംബവുമായി അവിടെ താമസിച്ചു. ആ കുടിൽ പിന്നീട് ഇല്ലിക്കൽ മഠം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ നമ്പൂതിരിയുടെ തലമുറയിൽപ്പെട്ടവർ ഇന്നും അവിടെ ക്ഷേത്രപൂജകൾ കഴിച്ച് ജീവിക്കുന്നു. അന്ന് ക്ഷേത്രപ്പണിയിൽ പങ്കെടുത്ത പലരും ഇവിടെ കാട് വെട്ടിത്തെളിച്ചും വീടുണ്ടാക്കി താമസം ആരംഭിച്ചു. അന്ന് ഉണ്ടായിരുന്നവരുടെ പിൻ തലമുറയാണ് ഇന്നിവിടെ കാണുന്ന എല്ലാവരും തന്നെ. പക്ഷെ ദേവിക്കൊരാവശ്യം വന്നപ്പോൾ കൊടും മഴയാലും കാറ്റാലും ഇടിഞ്ഞുപോയ മതിൽക്കെട്ടുകൾ പുതുക്കി പണിയാൻ നോക്കിയപ്പോൾ ദേവി ആഗ്രഹിച്ച പോലെ വരം കൊടുത്ത് ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ. ക്ഷേത്രമേൽക്കൂര കൊട്ടിക്കയറ്റിയ തച്ചന്മാരുടെ പാരമ്പര്യത്തിലുള്ള ആളുകളെ അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞില്ലേ. ഒടുവിൽ അന്നത്തെ മൂത്ത തച്ചന്മാർ തച്ചനായ കേശവനാചാര്യയുടെ മകനെ കണ്ടെത്തി. അയാളുടെ വിധി കർമ്മം അയാൾ വിവാഹം കഴിക്കുന്ന പെണ്ണിന് കുട്ടികളുണ്ടാവില്ല. അതൊരു ശാപമാണ്, മുൻ ജന്മശാപം. പിന്നെ ദേവി എന്തു ചെയ്യും? വിധിയെ തടക്കാൻ ആർക്ക് സാധിക്കും? മുൻ ജന്മത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ വന്നപ്പോൾ അവളുടെ തന്നെ നിർബന്ധപ്രകാരം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടി വന്നു. അവൾക്ക് ഒരാൺകുഞ്ഞ് പിറക്കുകയും ചെയ്തു. എന്നാൽ അവൾക്ക് കുട്ടി ഉണ്ടായതോടുകൂടി തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയോട് അവൾ പരിഹാസത്തോടെ സംസാരിച്ചു തുടങ്ങി. കുട്ടികളില്ലാത്തതിനെ കളിയാക്കി തുടങ്ങി. പരിഹാസച്ചുവയാൽ മനം തൊന്ന അവൾ മനസ്സുകൊണ്ട് മറ്റവളെ ശപിച്ചു. അടുത്ത ജന്മത്തിൽ നിനക്ക് കുട്ടികളുണ്ടാവില്ല എന്നും, എന്നാൽ താൻ അദ്ദേഹത്തിൻ്റെ മകനെ പ്രസവിക്കുമെന്നും, മക്കളില്ലാത്ത ഒരമ്മയുടെ മനസ്സിൻ്റെ വേദന നീ എന്നറിയുമെന്നും, താൻ അനുഭവിച്ചതൊക്കെയും നീ അന്ന് അനുഭവിക്കുമെന്നും പറഞ്ഞ് ശാപം നൽകി അവൾ ജീവത്യാഗം ചെയ്തു. അവളുടെ മരണശേഷം മറ്റേ പെണ്ണാണെങ്കിൽ ഒരുപാട് അനുഭവിച്ചു. താൻ കാരണമാണ് അവൾ മരിക്കാൻ ഇടയായതെന്നും പറഞ്ഞ് ആദ്യ ഭാര്യയെ ഏറെ ഇഷ്ടമുണ്ടായിരുന്ന അവളുടെ ഭർത്താവ് അവളിൽ നിന്നും അകന്ന് ജീവിച്ചു. ഇതവളിൽ വേറെ വിഷമമുണ്ടാക്കി. തൻ്റെ മകനുമൊത്ത് തനിച്ചു കഴിയേണ്ട ഒരവസ്ഥ അവൾക്കുണ്ടായപ്പോൾ അവളും മനസ്സ് നൊന്ത് ശപിച്ചു. അടുത്ത ജന്മത്തിൽ അവൾക്ക് ഭർത്താവ് ജീവിച്ചിരിക്കെ ഭദ്രസാമീപ്യമില്ലാതെ മകനുമൊത്ത് തനിച്ച് ജീവിക്കേണ്ടി വരേണ്ട അവസ്ഥ ഉണ്ടാവട്ടെ എന്ന്. എന്തായാലും രണ്ടാളുടെയും മനസ്സ് നൊന്തുള്ള ശാപമാണ്. അതേൽക്കുക തന്നെ ചെയ്യും. കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണേ. ഉണ്ണി, ഞാൻ പോകട്ടെ, സമയമായി, ഏറെ നേരമായി ഞാൻ വന്നിട്ട് എന്നും പറഞ്ഞ് ആ മുത്തശ്ശി തിരിഞ്ഞു പോകാൻ തുടങ്ങി. അല്പം മുമ്പോട്ട് പോയ ശേഷം ഒന്ന് തിരിഞ്ഞു നിന്നു. പിന്നെ പറഞ്ഞു, രണ്ടാളുടെയും വിവാഹം ഒന്നുകൂടെ നടത്തിക്കോളൂ ഉണ്ണി, ഒരു കുഴപ്പമില്ലാട്ടോ. ഈ പൊന്നിക്കാവ് വെച്ച് തന്നെ ആയിക്കോട്ടെ. മുത്തശ്ശി തല കുലുക്കി ചിരിച്ച് നടന്നകുന്നത് നോക്കി ഉണ്ണി അല്പം നേരം നിന്നു. പിന്നെ സ്വബോധം വന്ന പോലെ ഉണ്ണി മുന്നോട്ട് നടക്കാനാഞ്ഞു. പക്ഷെ താൻ കിടന്ന കട്ടിലിൽ നിന്നും നിലത്തേക്കാണ് ഉണ്ണി വീണത്.